ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9th ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഫൈൻഡ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. നമുക്കൊരു 8 കേസസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 8 കേസിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സീറോസ് കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എക്സിനൊരു വാല്യൂ തന്നിരുന്നു. ആ എക്സിന് തന്നിട്ടുള്ള വാല്യൂ ഈ പോളിനോമിയൽസിൻ്റെ സീറോ ആണോ എന്നാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മളെടുത്ത കണ്ടീഷൻ എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ, എക്സ് ഈക്വൽ ടു നമുക്കൊരു വാല്യൂ തന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 2 തന്നു കഴിഞ്ഞാൽ, ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ പോളിനോമിയൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. എക്സ് 2 ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് 2 എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഈ പോളിനോമിയൽ എന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു 0 കാണാനാണ് നമ്മൾ പറഞ്ഞത്. ആ 0 കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോളിനോമിയൽ എന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന എല്ലാ പോളിനോമിയലും ഈക്വൽ ടു 0 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആൻസർ കിട്ടും. ഇപ്പോൾ ഫസ്റ്റത്തെ പോളിനോമിയൽ എടുക്കാം. എക്സ് പ്ലസ് 5 ആണ്. ഇതിന് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. കാരണം നമ്മൾ ആ 0 കിട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ആണല്ലോ കിട്ടേണ്ടത്. ഈ പ്ലസ് 5 ഇപ്പുറം വരുമ്പോൾ എന്താവും? -5 ആവും. 0 - 5 -5 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? -5 ആണ്. ഇതാണ് ഇതിൻ്റെ 0 എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ -5 നിങ്ങൾ ആ പോളിനോമിയലിൽ നിന്ന് ഇട്ട് കൊടുത്ത് നോക്കി. എക്സിൻ്റെ സ്ഥാനത്ത് -5 ഇട്ട് കൊടുത്ത് നോക്കി. -5 + 5 എത്ര കിട്ടും? 0. കണ്ടോ? അപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇത് ഓരോന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്ത രണ്ടാമത് നമ്മൾ എക്സ് -5 ആണ്. അതേ ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ എക്സ് -5 ഈക്വൽ ടു 0 -5 അപ്പുറം വരുമ്പോൾ എന്താവും? +5 ആവും. 0 + 5 0 അല്ലേ? 5 - 5 0 കിട്ടും. അടുത്തത് 2x + 5 ഈക്വൽ ടു 0 എടുക്കുക. ആദ്യം +5 അപ്പുറം കൊണ്ടുവരാം. അപ്പോൾ അത് -5 ആയി. ഈ 2 ഇപ്പുറം വരുമ്പോൾ അത് ഇൻറ്റു ആണ്, ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും. സോ -5/2 കിട്ടും. അല്ലെങ്കിൽ നോക്കിയാൽ 2 × -5/2 + 5. 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ദെൻ -5 + 5 0 ആവും. ഓക്കെ, അടുത്തത് 3x - 2 ഈക്വൽ ടു 0 എടുക്കുക. -2 ഇപ്പുറം വരുമ്പോൾ എന്താവും? +2 ആവും. ദെൻ 3 ഇപ്പുറം വരുമ്പോൾ എന്താവും? /3 എന്നാവും. ദാറ്റ് ഈസ് 2/3. ദെൻ ഫിഫ്ത്ത് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്നാണ്. സോ 3x ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0/3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ a നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതിൽ നമ്മൾ ax ഈക്വൽ ടു 0 കൊടുക്കുക. x ഈക്വൽ ടു 0/a എന്ന് വരും. ഇതുകൊണ്ടാണ് a നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് കേട്ടോ. ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പോൾ a നോട്ട് ഈക്വൽ ടു 0 ആവണം. അതൊരു കണ്ടീഷനാണ് കേട്ടോ. സോ x ഈക്വൽ ടു 0/a എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ cx + d ആണ്. cx + d ഈക്വൽ ടു 0 കൊടുക്കുക. ഈ d ഇപ്പുറം വരുമ്പോൾ -d ആവും. ദെൻ cx ഈക്വൽ ടു -d എന്ന് കിട്ടും. c അപ്പുറം വരുമ്പോൾ -d/c എന്നാവും. ഓക്കെ,